എടി നിന്റെ അടുത്ത് ഒരു അല്പ സ്നേഹം കാണിക്കാന്ന് വിചാരിച്ചാലേ നീ ആയിട്ട് തന്നെ അതില്ലാതെ. അയ്യോ, അത്ര കഷ്ടപ്പെട്ട് എന്നെ ആരും സ്നേഹിക്കണ്ട. അതല്ല ലക്ഷ്മി. ഏതല്ല ലക്ഷ്മി? ഞാൻ സുരഭിയോട് വീട്ടിൽ വരാൻ പറഞ്ഞപ്പം നീ കയറി ചെന്ന് പറഞ്ഞു എന്തിനാ അവൻ വന്നിട്ട് വന്നാ മതി എന്നുള്ളത്. ഓ, അതാണോ കാര്യം? പിന്നെ സത്യമല്ലേ പറഞ്ഞത്? ഭർത്താവില്ലാത്ത വീട്ടില് ഭാര്യ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാനാ? അതിലും അവൾക്ക് ഹാപ്പി ആയിട്ട് അവളുടെ സ്വന്തം വീട്ടിൽ നിന്നൂടെ? എന്നാലും നിന്റെ ആ ഉദ്ദേശത്തിലല്ല നീ പറഞ്ഞത്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കുന്ന പ്രശോഭേട്ടനാണോ? നിന്റെ കൂടെ കുറെ നാളായിട്ട് ഞാൻ ജീവിക്കുകയല്ലേ, അപ്പൊ എനിക്ക് അറിയാം നീ എന്തോന്ന് പറയണ്, അത് ഏത് ഉദ്ദേശത്തിലാണെന്നുള്ളത്. ആണോ? എന്താ കണക്കായി പോയി? അതങ്ങ് സമ്മതിച്ചാ മതി. സമ്മതിച്ചു. ഞാൻ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിലിപ്പോ എന്താ എത്ര കുഴപ്പം? അനിയും കുട്ടനെ യാത്രയാക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ ചെന്ന് കണ്ട് ബായ് പറഞ്ഞെങ്ങ് പോരും. അല്ലാതെ അവളെ നോക്കി മോളെ നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട വീട്ടിലോട്ട് പോന്നോ എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. എടി അമ്മ പറഞ്ഞോണ്ടല്ലേ ഞാൻ സുരഭിയെ വിളിച്ചത്. ആണോ? അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവളെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വരുത്തിക്കോട്ടെ, അല്ലാതെ പ്രശോഭേട്ടൻ പറയാൻ പോണ്ട. ഞാൻ അവളെ ചേട്ടനല്ലേ, എനിക്കെന്ന് വിളിച്ചാ? ഏത് ചേട്ടനാണെങ്കിലും അനിയനാണെന്നുണ്ടെങ്കിലും പ്രശോഭേട്ടൻ അത് പറയാൻ പോണ്ട. എനിക്കത് ഇഷ്ടമല്ല. രണ്ടുപേരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. ഇത് വീടല്ല, റോഡാണ്. പ്ലീസ് ഒന്ന് വഴക്കൂടാതിരിക്കുക. എന്റെ പൊന്നു മോളെ, നിന്റെ അമ്മയിലൂടെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ ജീവിക്കില്ല. അന്നേ ആ അമ്മാവന്റെ മോനെ കെട്ടി ഇവളങ്ങ് പോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയെ. പ്രശോഭേട്ട വെറുതെ നിന്ന് അനാവശ്യം പറഞ്ഞേക്കരുത്. അനാവശ്യം ഒന്നുമല്ല പറഞ്ഞ, കാര്യമല്ലേ പറഞ്ഞത്. മോളെ ഇതൊക്കെ അവളുടെ ജാടയാണ്. അവള് പോയാൽ അതുപോലെ തന്നെ തിരിച്ചു വരും. വരാതെ പിന്നെ എവിടെ പോവേ? ഇടി ഇതൊക്കെ അവളുടെ പ്ലാനാണ്. മുമ്പ് ഒരിക്കലേ ഇതുപോലൊരു പോക്ക് പോയതാ. ഞാൻ വീട്ടിൽ എത്തണ മുമ്പ് അവളെത്തി. എന്നിട്ട് നിന്റെ അച്ഛമ്മയുടെ അടുത്ത് എന്തോന്ന് പറഞ്ഞു കൊടുത്തന്നാ ഞാൻ കാറ് കയറ്റാതെ പോയെന്ന്. അച്ഛമ്മേലെ വായിരിക്കണം ലാസ്റ്റ് ഞാനാ കേട്ടത്. എന്നാലും അച്ഛനൊന്ന് വിളിക്കായിരുന്നു. മോള് വിഷമിക്കാതെ, നിന്റെ അമ്മ തിരിച്ചു വരും. അല്ലാതെ പിന്നെ എവിടെ പോയ? നോക്ക് മതിയോ? കേരളം, സസ്യശ്യാമള കേരളം, കോവളമുള്ളൊരു കേരളം. ഈശ്വര, ഞാൻ പ്രതീക്ഷ കയ്യിൽ കൊടുക്കാണ്ട് പ്രശോഭന്റെ കയ്യിൽ കൊടുത്തല്ലേ? ഇത് കൊടുത്തില്ലായിരുന്ന? ഓഹോ, അത് ശരി. ആഹാ, ചോദിച്ചിട്ട് തന്നെ മേൽക്കാൻ. അത് ശരി. അതെ പ്രശോഭനെ, ഞാൻ പ്രതീക്ഷ കൊടുക്കാനായിട്ട് എഴുതി തന്ന കവിത കൊണ്ടു കൊടുത്തില്ലല്ലേ? അപ്പൊ തറ കിടന്ന് കിട്ടി. അല്ല, പ്ലെയിൻ വല്ലതും പോയിരുന്നായിരുന്നു വഴി? 2-3 പ്ലെയിൻ പോയായിരുന്നു. ചിലപ്പോ അനിയൻകുട്ടൻ വായിച്ചോണ്ടിരുന്നപ്പോഴേ കാറ്റടിച്ചെങ്ങാനും വീണതായിരിക്കും മുകളിൽ നിന്ന്. അതെ. അപ്പൊ അങ്ങനെ വീണതായിരിക്കും അല്ലേ? അപ്പോഴേ പ്രതീക്ഷ അവിടുത്തെ അഡ്രസ് ഒന്ന് തരണേ, ഞാൻ അയച്ചു കൊടുക്കാം. അത് ഞാൻ കിട്ടുമ്പോ തരാം. കിട്ടുമ്പോ തന്നാ മതി. പിന്നെ ലക്ഷ്മി വന്നായിരുന്ന? നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ പോയത്? ഒരുമിച്ച് തന്നെ പോയത്. അവള് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ചോദിച്ചത്? അല്ല, വന്നോന്ന് അറിയാൻ വേണ്ടിട്ട്. ആകാംക്ഷ. അതെ. ശരി പിന്നെ. ശരി. പിന്നെ ഞാനും കൊച്ചമ്മേടെ കൂടെ ഒരു വട്ടം പ്ലെയിനിൽ കയറിയത് തന്നെ. എനിക്കറിയാം ജനലുണ്ടോ, ജനലിൽ കൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴുമെന്നൊക്കെ. തീരെ അങ്ങ് പൊട്ടനാക്കെയാണ്. നടക്കട്ടെ. എന്തായാലും അഡ്രസ് കിട്ടിയ ഉടനെ ഈ കവിത അയച്ചു കൊടുക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.